എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരതിയാർ യൂണിവേഴ്സിറ്റിയെ കൈയൊഴിഞ്ഞ് കണ്ണൂർ സർവകലാശാല 2015 മുതൽ 2022 വരെ UGC അംഗീകാരമില്ല. ഭാരതിയാർ സർവകലാശാലയ്ക്ക് സുപ്രീം കോടതിയിൽ കേസിലിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. 13/1/2025 കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഭാരതിയാർ സംബന്ധിച്ച് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ കണ്ണൂർ പറഞ്ഞ മറുപടിയാണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ പറയൂ. സാർ, ഞാൻ 2020 ഭാരതിയാറിൽ അഡ്മിഷൻ എടുത്തതാണ്. എനിക്ക് ഇവിടെ നിൽക്കുന്ന കിട്ടുമോ? 2020 ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തതാണ്. ഭാരതിയാറാണോ? ഭാരതിയാറാണ്. ഡിസ്റ്റന്റ് ആണോ? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ്. ഏതാ കോഴ്സ്? ഞാൻ കോഴ്സ് BA ഇംഗ്ലീഷ്. BA ഇംഗ്ലീഷ്. ഇല്ല, 20 ഭാരതിയാറിന് തീരുമാനമൊന്നും ആയിട്ടില്ല. അത് വേക്കൻസി കിട്ടൂല സാർ? ഇല്ല. എന്താ അത് പ്രശ്നം? എന്താ അത് എന്തൊക്കെയോ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിലവിലിപ്പോൾ കൊടുക്കുന്നില്ല. നിലവിൽ ഏത് ഇയർ വരെ കൊടുക്കുന്നുണ്ട്? അല്ലെങ്കിൽ 15 വരെ. 15 വരെ ഉള്ളൂ. ഭാരതിയാറല്ലേ? ഭാരതിയാർ ഇല്ല. ഭാരതിയാറിന്റെ 15 വരെ ഉള്ളതുണ്ട് അഡ്മിഷൻ എടുത്തത്. 15 വരെ ഉള്ളു കൊടുക്കുന്നത്. 16 തൊട്ട് കൊടുക്കുന്നില്ലല്ലേ? ഇല്ല. 15-16 തൊട്ടില്ല. 15 അങ്ങനെ തൊട്ട്. ശരി. അതെന്താണെന്ന് അറിയാമോ സാർ? അത് ഒരു കേസ് ഉണ്ടായിരുന്നു. അത് ഇതുവരെ തീരുമാനമായിട്ടില്ല. UGCയോട് ചോദിച്ചപ്പോൾ അത് സുപ്രീം കോടതിയിലെ കേസിലാണെന്നാണ് പറഞ്ഞത്. UGC റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നല്ലേ സാർ? ഉണ്ടായിരുന്നു. ശരി. നിലവിൽ ഭാരതിയാർ സർവകലാശാലയെ കേരള MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ സർവകലാശാലകൾ കൈവിട്ടിരിക്കുകയാണ്. തുല്യത ഓൾറെഡി നിർത്തലാക്കിയിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാല മാത്രമാണ് ഇപ്പോഴും UGC അംഗീകാരമില്ലാത്ത ഭാരതിയാറിന് ഇക്വലൻസി നൽകി വരുന്നത്.